നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലയപുരം ആശ്രയിലെ അന്തേവാസികളായ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പുനലൂർ ശബരിഗിരി സ്കൂളിൽ നിന്നാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അധികൃതരും ചേർന്നാണ് പുസ്തകങ്ങൾ കൈമാറിയത്. കൂടാതെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. നമ്മുടെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഇന്നും ഈ സ്കൂളിൽ നിന്ന് ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഈ സംഗമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ബുക്സ് ഇന്ന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിനായി ഡൊണേറ്റ് ചെയ്യുകയാണ്. നല്ലത് വായിക്കുന്നതിനുള്ള നല്ല പുസ്തകങ്ങൾ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതുണ്ട്, അറിവ് പകരുന്നതുണ്ട്, രണ്ട് വിജ്ഞാനത്തിനും വിനോദത്തിനും ഒക്കെ ഉപകരിക്കുന്ന തരത്തിലുള്ള നല്ല പുസ്തകങ്ങൾ. ഒത്തിരി പുസ്തകമുണ്ട്. എത്ര ബണ്ടിലാണെന്ന് നോക്കുക. ആശ്രയായി സ്ഥാപിച്ചിരിക്കുന്ന PN പണിക്കർ സ്മാരക ലൈബ്രറിയിലേക്കാണ് ഇന്ന് ഇതിൻ്റെ കൈമാറുന്നത്. അപ്പോൾ നമുക്ക് ഒരു പുത്തൻ അനുഭവമാണ്. നമുക്ക് അരിയും വസ്ത്രങ്ങളും ഒക്കെ ആളുകൾ കൊണ്ട് തരാറുണ്ട്. നമ്മുടെ വയറ് നിറയാൻ നമുക്ക് ചോറ് തിന്നാൻ അരി കൊണ്ടുതരും, നമുക്ക് ധരിക്കാൻ വസ്ത്രങ്ങൾ കൊണ്ടുതരും. എന്നാൽ അറിവ് പകരുന്നതിന് ആവശ്യമായ പുസ്തകങ്ങൾ നമുക്ക് ഇത്തരത്തിൽ ഇതിനു മുൻപ് ആരും തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ശബരിഗിരി സ്കൂളിൽ നിന്നും കാണിച്ച ഈ സ്നേഹവും സഹായവും നിങ്ങൾക്ക് കൂടുതൽ ഫലം ചെയ്യും. ഈ ലോകത്ത് എന്തെല്ലാം പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടോ ആ പുരോഗതിക്കെല്ലാം നിതാന്തമായിരിക്കുന്നത് അറിവാണ്, വായനയാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലേ വളയും. പറഞ്ഞ ആരാണത്? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണ്. അപ്പോൾ വായന എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ചര്യയായി മാറണം. ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ 3 നേരവും ആഹാരം കഴിക്കുന്നുണ്ട് ഇല്ലേ? രാവിലെ എഴുന്നേൽക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് കൊണ്ട് കഴിക്കും, രാത്രി കഴിക്കും. അപ്പോൾ വായനയും അതേപോലെ നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാക്കി നിങ്ങൾ മാറ്റണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം 4 തരം മനുഷ്യരാണ്. ഏകദേശം 800 കോടി മനുഷ്യരുണ്ട് ലോകത്ത്. 400 കോടി പെണ്ണുങ്ങളും 400 കോടി ആണുങ്ങളും ഏകദേശം. അപ്പോൾ ഈ പ്രപഞ്ചം എത്ര വലുതാണ് അല്ലേ? ഈ ഭൂമി തന്നെ പ്രപഞ്ചത്തിലെ ഒരു ധൂളി പോലെയുള്ളൂ. അപ്പോൾ അവിടെയുള്ള അതിനേക്കാൾ എത്രയോ ചെറിയ ധൂളികളാണ് നമ്മളെല്ലാം. അപ്പോൾ ഈ പ്രപഞ്ചം ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മളിവിടെ എത്ര പേർ ഇരിക്കുന്നത്, എത്ര പേരുടെ ഹൃദയങ്ങളിൽ, എല്ലാവരുടെയും ഹൃദയം ഒരു 70-75 പ്രാവശ്യം ഇടയ്ക്ക് തിരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എല്ലാവരുടെയും ഹൃദയം. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു യന്ത്രം ഇനിയില്ല. അങ്ങനെ എത്ര യന്ത്രങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ 800 കോടി യന്ത്രങ്ങൾ അല്ലേ? 1600 കോടി കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഏതൊരു ശക്തിക്കായിരുന്നു കഴിയുക? ആ ശക്തിയല്ലേ ഏറ്റവും വലുത്. ആ ശക്തിയുടെ മുമ്പിൽ നമ്മളൊക്കെ എത്ര നിസ്സാരരാണ്. അറിവാണ് ദൈവം, അറിവാണ് ദൈവം. ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഈ അറിവ് തേടാനായിട്ടുള്ള ഒരു തൃഷ്ണ നമ്മുടെ മനസ്സിലുണ്ടാകും. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വളരെ സമാധാനത്തിൽ പുറത്ത് ജീവിക്കുന്നവർ നിങ്ങളെ കൊണ്ട് വലിയ വ്യക്തത എന്നറിയാമോ? പുറത്ത് അക്രമം, അനീതി, തിന്മ, കള്ളത്തരം ഇതൊക്കെ ഇവിടെ ഒന്നുമില്ല. ശാന്തമായി സമാധാനമായി നല്ല സന്തോഷത്തോടെ നന്മയുള്ളവരായി നിങ്ങളിരിക്കുന്നു. അതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? ഞാൻ പറഞ്ഞു, ദൈവം അതിഭാഗ്യവാന്മാരുണ്ട്, ഭാഗ്യവാന്മാരുണ്ട്, അതിനിർഭാഗ്യവാന്മാരുണ്ട്, നിർഭാഗ്യവാന്മാരുണ്ട് അല്ലേ? അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നൊരു പ്രധാന ഘടകമാണ്. അത് ദൈവമാണ് തരുന്നത്. അപ്പോൾ ഈ ഭാഗ്യവാന്മാരെന്താ ചെയ്യേണ്ടത്? നിർഭാഗ്യവാന്മാർക്ക് വേണ്ട സഹായം ചെയ്യുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു സ്വർഗം. അത് നിങ്ങളത് മനസ്സിലാക്കുക. ഡോക്ടർ സാർ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തിറങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ
പുറത്തുള്ള കാപട്യങ്ങൾ, പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ. ഇപ്പൊ തന്നെ ഞാൻ കാണുകയാണ്, ഒരു കൊച്ചു അനിയത്തി ഒരു കൊച്ചിനെ കയ്യിൽ വെച്ചിരിക്കുക കുറെ നേരമായിട്ട്, അല്ലേ? അപ്പൊ ഇത് അതിന് ചുറ്റും ഏതാണ്ട് 10-20ഓളം സുന്ദരി കുട്ടികൾ ഇരിപ്പുണ്ട്. അപ്പൊ ആ ഒരു കൊച്ചിന് ഇത്രയും പെങ്ങന്മാരുണ്ട് ഇവിടെ. നിങ്ങൾ എല്ലാവരും ആ കൊച്ചിന് വേണ്ടി അതിന്റെ ഒരു പെങ്ങന്മാരാണ്. അതേസമയം ഇവിടെ വന്നിരിക്കുന്ന എന്റെ സ്കൂളിലെ കുട്ടികളെടുത്ത് ചോദിച്ചു നോക്കിയാൽ അവർക്ക് ഒരു ആങ്ങളെ കാണും, അല്ലെങ്കിൽ ഒരു പെങ്ങൾ കാണും, അത്രയേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട്, ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഇത്രയും അച്ഛന്മാരിവിടെ ഉണ്ട്. എത്ര മുതിർന്ന അപ്പൂപ്പന്മാരായിട്ട് എത്ര പേരുടെ ഇരിപ്പുണ്ട്, എത്ര ആൾക്കാരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ചുറ്റും എന്തെല്ലാം കാര്യങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, പങ്കിടാൻ പറ്റും. മറ്റ് ഇവർക്കെല്ലാം അങ്ങനെയല്ല. കൂടുതൽ ഇവരെ ആശ്രയിക്കുന്നത് ഒരു മൊബൈൽ ഫോണിനെയാണ്. അതാണ് അവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, അതാണ് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. നിങ്ങൾക്ക് ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാരാണ്, സംസാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹകാര്യങ്ങൾ പങ്കുവയ്ക്കാം, ദുഃഖങ്ങൾ പങ്കുവയ്ക്കാം. അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് നല്ല ബുക്കുകളുണ്ട് അറിവ് പകരാനും, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കുറെ ആനന്ദം പകരാനും. ഇത് രണ്ടിനുമുള്ള ബുക്കുകൾ അതിനകത്തുണ്ട്. എല്ലാവരും അത് വായിച്ച് അത് യൂസ് ചെയ്യുക. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. തീർച്ചയായിട്ടും ഇത് നമ്മളിവിടെ വന്ന ആദ്യത്തെ ഇനിയും വീണ്ടും ഞങ്ങളിവിടെ വരും, ഒരു സംശയം വേണ്ട. എല്ലാ വർഷവും പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുമായിട്ട് നിങ്ങളുടെ വരുമെന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വായന ദിനം ജൂൺ 19-നാണ് നമ്മൾ ആചരിക്കുന്നത്. ഞങ്ങളത് 1 മാസക്കാലമായിട്ട് ആചരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ സ്കൂളിൽ നടത്തി. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളുടെ ഈ പുസ്തക ശേഖരിക്കുന്നത്. അപ്പൊ നമ്മളതിലൊരു നോളജ് ചെസ്റ്റ്, അറിവിന്റെ പേടകം, അതൊരു പെട്ടി വെച്ചു. എല്ലാ ദിവസവും കുഞ്ഞുങ്ങള് ബുക്കുകൾ കൊണ്ടിട്ടു. അങ്ങനെ ശേഖരിച്ചുകൊണ്ട് വന്ന പുസ്തകങ്ങളാണ് നമ്മളിവിടെ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പോ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്, നമ്മുടെ ജോസാർ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ആരെങ്കിലും പുസ്തകവുമായി വരുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഈ ബുക്കുകൾ നൽകുന്നത് കലയപുരം ആശ്രയ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം എന്ന് നമ്മൾ തീരുമാനമെടുത്തിരുന്നു. ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ. കരളുന്നതുണ്ടൊരു ചിന്ത നിന്നെ, കരളിനെ നിത്യമെനിക്കറിയാം. പറയൂ തുറന്നതതിനു വേണ്ടി, പണയപ്പെടുത്താമെൻ ജീവനും ഞാൻ. മമമാനം നീറുന്നു കഷ്ടമെന്റെ, മദനാനി ഇങ്ങനെ ചൊല്ലരുതേ. പറയൂ പരസ്പരം നാം അറിയാൻ, ഒരു രഹസ്യം പോലും നമ്മിലുണ്ടോ. ഞാനും വരട്ടെയോ നിന്റെ കൂടെ, ആവനരീതികളീ വസന്ത ശ്രീവിലാസത്തിൽ തെളിഞ്ഞിരിക്കും. കൊച്ചു പൂഞ്ചോലകൾ വെണ്ണുരയാൻ പൊട്ടിച്ചിരിക്കുകയായിരിക്കും. ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ. ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു
രാഗമേഘം താ